അനുമോൾ പി ആർ കൊടുത്തു പോയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അക്ബറിന് പി ആർ അല്ലേ? ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അനീഷിനാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനീഷിനുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, അനുമോൾ അകത്ത് ചെയ്യുന്ന ഒരു കാര്യം പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പി ആറിൻ്റെ ബലത്തിലല്ല, അത് വികാരമാണ്. ഒരാൾക്കൊരാളോട് പ്രണയം തോന്നാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മതി, ചിലർക്ക് സമയമെടുക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ട്രാക്കിന് വേണ്ടി ബോധപൂർവ്വം പിടിച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അനീഷ് അത് അയാളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പം പങ്കുവെച്ചതായിരിക്കാം. ഞാൻ ഇപ്പം അതുകൊണ്ടൊരു എതിരാളിയായിട്ടൊന്നും ഞാൻ ശോഭയെ കാണുന്നില്ല. കാര്യം വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാണ് മുഖലക്ഷണം. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഈ സീസണിലെ പകുതി തൊട്ട് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ എടുത്തിറങ്ങുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്വല്പം ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തലച്ചോറെന്ന് പറയുന്നൊരു സാധനം വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം എന്താ ചിന്തിക്കേണ്ടത്? സീസൺ 5 കഴിഞ്ഞിട്ട് 2 വർഷങ്ങളായി. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വീക്കാണ്. എന്ത് തോന്നുന്നു മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്? ഗ്രാൻഡ് ഫിനാലയുടെ ഒരു ഓളം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് സാധാരണ ഈ പുറത്തുള്ള മത്സരാർത്ഥികളൊക്കെ അകത്തേക്ക് കയറുന്നൊരു സമയത്ത് ഓഡിയൻസ് ഭയങ്കരമായിട്ട് അവരെയൊക്കെ കാത്തിരിക്കുന്നൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ പല ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞാനും വെയിറ്റ് ചെയ്യുന്നു ആരാ വിജയം എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ല, ഈ സീസണിൽ സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കിപ്പം ഒരാൾ നല്ലത് വേറൊരാൾ മോശമെന്ന് പറയാനില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം നെവിൻ്റെ വിഷയത്തിൽ ഞാൻ സംസാരിച്ചത് ആ പർട്ടിക്കുലർ വിഷയത്തിലാണ്. അല്ലാതെ ഇപ്പോൾ എനിക്ക് നെവിനോട് വ്യക്തിവിരോധമൊന്നുമില്ല, ആ പർട്ടിക്കുലർ വിഷയത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു. ആ വിഷയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അത് ഞാൻ മാത്രമല്ല, ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ലാലേട്ടൻ ഉൾപ്പെടെയും സെയിം അഭിപ്രായം പങ്കുവെച്ചു. ഇപ്പം നെവിൻ നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, അനുമോൾ ചെയ്യുന്നുണ്ട്, ഷാനവാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അനീഷ്, ഇവരൊക്കെ. അതായത് ഇവരെല്ലാവരും ഓൾമോസ്റ്റ് ഈ 5 വന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് നിൽക്കുകയാണ്. അക്ബർ ഉൾപ്പെടെ എല്ലാവരും. നമ്മൾ ആര് ജയിക്കും, അതിലനൂറ, ഇവരെല്ലാവരുടെയും കേസിൽ നമുക്കിപ്പോൾ അങ്ങനെ ആര് ജയിക്കുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഫിനാലേക്ക് ആൾക്കാർക്കൊരു ബാക്കിയെല്ലാം ഇങ്ങനെ ലീക്ക് ചെയ്ത് വിടുകയല്ലേ. ഓരോ തവണത്തെ എവിക്ഷനും അവിടെ നടക്കുന്ന ഉടനെ സർപ്രൈസ് എല്ലാം പൊളിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പം ഷോ ഫുള്ള് കാണുന്നില്ല, ചിലപ്പോൾ ലാലേട്ടൻ എപ്പിസോഡ് കാണും. അപ്പോൾ നമുക്കും അറിയാം ഇപ്പോൾ സാബുമാൻ എവിക്റ്റ് ആയത് നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയ കണ്ടു. അപ്പോൾ അവസാനം ഇവരെ 3 പേരെയും കൂടെ ചാനൽ കൊണ്ട് നിർത്തുമ്പോൾ നമുക്കറിയാം ഇന്നാളെ എവിക്റ്റായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരം രസം കൊല്ലികൾ ചില സിനിമയുടെ സസ്പെൻസ് വിളിച്ച് പറയുന്ന കണക്കുള്ള ഷോയെ അങ്ങനെ നശിപ്പിക്കുന്നുണ്ട് പലരും. അല്ല, അത് പെട്ടെന്നുണ്ടായതല്ലായിരിക്കത്തില്ല. ഇപ്പോൾ ചിലർ പറയും ഇത് 50 ദിവസം പറഞ്ഞാൽ പോരായിരുന്നോ, 90 ദിവസം കൊണ്ട് പറഞ്ഞാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ, ഒന്നുമില്ല. അതിപ്പോൾ ഒരു മനുഷ്യൻ്റെ വികാരമാണ്. ഒരാൾക്കൊരാളോട് പ്രണയം തോന്നാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മതി, ചിലർക്ക് സമയമെടുക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ട്രാക്കിന് വേണ്ടി ബോധപൂർവ്വം പിടിച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അനീഷ് അത് അയാളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പം പങ്കുവെച്ചതായിരിക്കാം. പുറത്തു പോയവരടക്കം പറയുന്നത് അത് അദ്ദേഹം മനഃപൂർവ്വം ഉണ്ടാക്കിയത് തന്നെയാണ്. ലാസ്റ്റ് മൊമെന്റിൽ കോണ്ടന്റ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അയാൾ ഉണ്ടാക്കി പറഞ്ഞതാവാനാണ് സാധ്യത എന്നൊക്കെയാണ്. ഇതിനകത്ത് രസമെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ മത്സരാർത്ഥികൾ വളരെ വെൽ പ്ലാൻ ചെയ്ത് ചെയ്യും. ചില കാര്യങ്ങൾ ഈ നമ്മുടെ ചക്ക വീണ് മൊയിൽ ചാവുന്ന കണക്ക് ചിലത് നടക്കും. അപ്പം അതിന് പുറത്ത് കുറേ ആൾക്കാർ അവർ സ്വപ്നത്തിൽ കാണാത്ത പിന്നാമ്പുറ കഥകൾ എഴുതി പിടിപ്പിക്കും. പഴയ അവാർഡ് പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടിട്ടൊന്നും മനസ്സിലാവത്തില്ല. അപ്പം മനസ്സിലാവാതിരിക്കുമ്പോൾ ചിലർ പറയും ആ ഉദ്ദേശിച്ചത് അങ്ങനല്ല, ആ അർത്ഥതലത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് മറ്റേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ അനീഷിൻ്റെ പ്രണയം ഒരു കോണ്ടൻ്റ് ആണെന്ന് പറയുന്നത്. അനീഷ് അങ്ങനെ ഒരാളാണ്. അനീഷ് അഭിനയിച്ചത് തുടക്കത്തിലാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്ന രീതി വേണം, ഞാൻ ആദ്യം ആൾക്കാരത് കമ്പനി അടിക്കാൻ പാടില്ല. ഇപ്പോൾ സെലിബ്രിറ്റികൾക്ക് സമൂഹത്തിലൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജിനെ വളരെ ഈസിലി ഒരു കോമണർ, ഒരു സാധാരണക്കാരന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഈ ഷോ കാണുന്ന കൂടുതൽ സാധാരണക്കാരനാണ്. നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ കയറുമ്പം അയാളാണ് ആ ഹൗസിൽ ഏറ്റവും കരുത്തൻ. ബിഗ് ബോസിൽ എല്ലാ സീസണിലും ഏറ്റവും കരുത്തനായ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമണറാണ്. കോമണർ കാറ്റഗറി വരുന്ന ആളാണ് ഏറ്റവും കരുത്തനായിട്ടുള്ള മത്സരാർത്ഥി. കാരണം അയാൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ജനവിഭാഗത്തെ ആകുമ്പോൾ ഷാനവാസോ അനുമോളോ ഇവരൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് പേരെയാണ്. ഇവരെ പറയുമ്പം ഈ സെലിബ്രിറ്റികളെ ഇഷ്ടമാണെന്നൊക്കെ പറയും. ഇതൊക്കെ ചുമ്മാതാ. നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയും, മോശം കാണിച്ചാൽ മോശമെന്ന് പറയും. ഞാൻ കാണിക്കുന്ന നല്ലത് കണ്ട് ജനം കൈയടിക്കുമ്പോൾ ഞാനെന്തോ സംഭവമാണെന്ന് ആര് ധരിച്ചാലും അത് എന്നോട് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല. അതിപ്പം
ലാലേട്ടൻ പോലും നാളെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ ആ സ്പോട്ടിൽ അതിനെ എതിർക്കും. മമ്മൂക്ക പറയട്ടെ, നിങ്ങളതിനെ എതിർക്കും. നമ്മൾക്ക് ഈ നമ്മൾ കലാകാരന്മാരെ ഇഷ്ടപ്പെട്ടത് അവരുടെ കല കണ്ടിട്ടാണ്, അവരുടെ അഭിപ്രായം കണ്ടിട്ടല്ല. അപ്പോൾ അത് ആ വ്യത്യാസം ബിഗ് ബോസ് വരുമ്പോൾ ഉണ്ടാവും. സെലിബ്രിറ്റികൾക്ക് അഭിപ്രായം പറയാനുള്ള സ്പേസാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ആ അഭിപ്രായം കേൾക്കുമ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കോമണർ കാറ്റഗറിയിലുള്ള ഒരാൾ ഒരല്പം നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ, ആ ഗെയിം എന്ന് പറഞ്ഞാൽ എന്ത് ഗെയിമാണ്, മറ്റുള്ള ആൾക്കാരെ അകറ്റി നിർത്തുന്നു. പിന്നെ ഇതിനകത്ത് രസകരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അനുമോളും അനീഷും തമ്മിലാണ് ഹൗസിൽ കാണുന്നത്. അപ്പോൾ അനുമോളെ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ അനുമോളോട് തന്നെ അവസാനം പ്രണയം പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഹൗസിലുണ്ടായി എന്നുള്ളത് കൊള്ളാം. ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ചിലർ പറയുന്നത് ഗെയിം അല്ലേ, അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് തീർന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അഖിൽമാരാറും ശോഭയും തമ്മിൽ ഇപ്പോഴും പിണക്കാണോ? നിങ്ങൾ തമ്മിൽ അഖിൽമാരാർക്ക് ആരോടും പിണക്കൊന്നുമില്ല. എനിക്കെപ്പോഴും ശത്രുക്കളെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാര്യം നമ്മളെ ഒരാൾ എതിർക്കാനുള്ളപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റൂ. പിന്നെ ശക്തരായ എതിരാളികളോട് മത്സരിച്ച് മുന്നോട്ട് വരാനൊക്കെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ബാറ്റ്സ്മാനെതിരെ പന്തെറിയണമെന്നാണ്. അല്ലാതെ ഒരു മോശം ബാറ്റ്സ്മാനെതിരെ പന്തെറിഞ്ഞിട്ട് കിട്ടുന്നൊരു വിക്കറ്റ് ഞാൻ എൻജോയ് ചെയ്യാറില്ല. ചെസ്സ് കളിക്കുമ്പം ഏറ്റവും മികച്ച ഒരു നീക്കം നീക്കുന്ന ഒരുത്തൻ അപ്പുറത്തിരിക്കുമ്പോഴേ നമ്മുടെ നീക്കത്തിന് വിലയുള്ളൂ. ഞാൻ ഇപ്പം അതുകൊണ്ടൊരു എതിരാളിയായിട്ടൊന്നും ഞാൻ ശോഭയെ കാണുന്നില്ല. കാര്യം വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാണ് മുഖലക്ഷണം. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഈ സീസണിലെ പകുതി തൊട്ട് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ എടുത്തിറങ്ങുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്വല്പം ബോധമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തലച്ചോറെന്ന് പറയുന്നൊരു സാധനം വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം എന്താ ചിന്തിക്കേണ്ടത്? സീസൺ 5 കഴിഞ്ഞിട്ട് 2 വർഷങ്ങളായി, ഞാൻ വിജയിച്ചത് വലിയ വോട്ട് ശതമാനത്തിൻ്റെ വേരിയേഷനിലാണ്. അതിനി പി ആർ എന്ന് തന്നെ പറഞ്ഞെന്നിരിക്കട്ടെ, ഇനി ഞാൻ പി ആർ തന്നെ ചെയ്ത് ജയിച്ചതാണെന്ന് ഒരാളുടെ ആരോപണം ശരിവെച്ചെന്ന് എനിക്ക് അങ്ങനെ ഒരു പി ആർ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജനതയാണ് നമ്മളെ വോട്ട് ചെയ്തത്, ആത്യന്തികമായിട്ട് വോട്ട് ചെയ്തത്. അവിടെ 4ാം സ്ഥാനത്ത് വന്ന ഒരാളാണ് പരാതി പറയുന്നത്. അപ്പം ആരോടാണ് ഈ പരാതി പറയുന്നത്? ജനങ്ങളോടാണ് പറയുന്നത്. അപ്പം ജനങ്ങൾ എതിർക്കും. ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി സംസാരിക്കുമ്പോൾ ജനങ്ങൾ എതിർക്കുകയും ജനങ്ങൾ അവരെപ്പറ്റി മോശം സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ മോശം വരുമ്പം സൂപ്പർ ക്യാച്ച് ആര്യൻ, സൂപ്പർ ക്യാച്ച്. അപ്പം അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം ഇവർക്ക് നല്ലതാണോ മോശമാണോ വീണ്ടും ഉണ്ടാകുന്നത്? വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി മോശമേ പറയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ലെവലേശം ബുദ്ധി എന്ന് പറയുന്നത് 7 അയലത്തൂടെ പോയിട്ടില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കത്തില്ല. അതാണ് ഞാൻ സഹികെട്ട് ഞാൻ പറഞ്ഞത്, എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യുക, ഇതങ്ങ് കൊണ്ട് കൊടുക്കാമെന്ന്. ഇപ്പോൾ നമ്മളെ സീസണിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു. പല ടാസ്കിലും തോറ്റാൻ സമ്മതിച്ചു തരത്തില്ല, ഒരു ടാസ്കിലും തോറ്റാൻ സമ്മതിച്ചു തരത്തില്ലായിരുന്നു. കാറിൽ കയറി ജയിച്ച സമയത്ത് ബിഗ് ബോസ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴും ഞാൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഈ സീസണിൽ അകത്ത് കയറിയിട്ട് ബിഗ് ബോസ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ അത്ര വലിയ ഇതുകൂടി എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു വിരോധവുമില്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവുമില്ല. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് വരട്ടെ എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും. അഖിൽമാരെ കുറേ കണ്ടന്റുകൾ ബിഗ് ബോസ് കണ്ടന്റാണുള്ള ബിഗ് ബോസ് വെച്ചാണ് കണ്ടന്റുകൾ കൃത്യമായിട്ട് കൊടുത്ത് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന ഒരാളാണ് അനുമോൾ. പക്ഷേ അനുമോൾ പി ആറിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, നിങ്ങൾ പി ആർ എന്ന് പറഞ്ഞിട്ട് ഈ പി ആറിനെ വലുതാക്കിയാണ്. ഇപ്പോൾ എൻ്റെ സംശയം വിനു ആർക്കൊക്കെയോ കാശ് കൊടുത്ത് അവനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള പി ആർ ചെയ്യുന്നത് വിനുവിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ ഞാൻ അവനോട് കുറച്ച് മുമ്പ് പറഞ്ഞു. യഥാർത്ഥത്തിൽ നീ അല്ലടാ നിനക്ക് വേണ്ടി പി ആർ ചെയ്യുന്നതെന്ന്. കാരണം വിനുവിനെയാണ് പുറത്ത് ഒരു പകുതിയായപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത്. അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ ആൾക്ക് പുറത്ത് മൈലേജ് കിട്ടുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ പി ആർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ മോശമാക്കി കാണണ്ട. സർക്കാർ പി ആർ ചെയ്യുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പി ആർ ചെയ്യുന്നുണ്ട്, ഒരു സിനിമ ചെയ്യുമ്പം പി ആർ ചെയ്യുന്നുണ്ട്, വ്യക്തികൾ ഇൻഡിവിജ്വലി പി ആർ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിനുള്ളിലെ കാര്യമല്ല, ഞാൻ പുറത്തെ കാര്യങ്ങളായി പറയുന്നത്. പി ആർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് സമൂഹത്തോട് സംവദിക്കാനുള്ള ഒരു പാലം മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ സ്പേസിലേക്ക് മീഡിയ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുത്തുക. അനുമോൾ പി ആർ കൊടുത്തു പോയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അക്ബറിന് പി ആർ അല്ലേ? ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അനീഷിനാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനീഷിനുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, അനുമോൾ അകത്ത് ചെയ്യുന്ന ഒരു കാര്യം പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പി ആറിൻ്റെ ബലത്തിലല്ല. അപ്പം പുറത്ത് ഞാനൊരു ഐറ്റംസ് വായിക്കുകയാണേ. അതായത് ഒരു മത്സരാർത്ഥി ചിന്തിക്കാത്തൊരു കാര്യത്തിനെ ആ മത്സരാർത്ഥിക്ക് അനുകൂലമാകുന്ന രീതിയിൽ പുറത്തൊരാൾ ഒരു കണ്ടൻറ്റ് സൃഷ്ടിക്കുകയാണ്. ആ കണ്ടൻറ്റ് ഇപ്രകാരമായിരുന്നു: അനീഷ് അനുമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അനീഷിൻ്റെ ഒരു ഭയങ്കര ബ്രില്യൻറ്റ് ഗെയിമാണ്. അനുമോൾ ഹൗസിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടങ്ങിയ സമയത്ത് ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുമോൾക്ക് പുറത്ത് വലിയ മൈലേജ് കിട്ടുമെന്ന് കണ്ട അനീഷ് ബുദ്ധിപരമായി ആദിലയെടുത്തും നൂറയെടുത്തും അനുമോളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു.
അതിലെടുത്ത് നൂറെടുത്തും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നടക്കാതെ വന്നു എന്ന് കണ്ടപ്പോൾ അയാൾ പോയി തൻ്റെ ഇഷ്ടം പറയുകയാണ്. ഇത് കേട്ട് പേടിച്ചോടിയ അനു ഹൗസിലുള്ള ബാക്കി എല്ലാ ആൾക്കാരുമായി ഒരുമിക്കുന്നു. അതോടുകൂടി അനീഷിൻ്റെ ബുദ്ധി നിങ്ങളെല്ലാവരും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റൈറ്റപ്സ് മനസാവാച ചിന്തിച്ചിട്ടില്ല. അയാളൊരു ലോലനെ പോലെ അയാൾ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. അത് റിയാലിറ്റിയാണത്. അയാളുടെ മുഖത്തൊക്കെ അതുകൊണ്ട് നമ്മൾ ആ ഒരു പുഷ്പൻ മുഖഭാവത്തിൽ തന്നെയാണ് ആ സമയത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളുടെ ഇഷ്ടത്തെ അംഗീകരിക്കാതെ അയാളുടെ ബ്രില്യൻറ്റ് ഗെയിമാണെന്ന് പുറത്തൊരുത്തിന് എഴുതി വിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് PR എന്ന് പറയേണ്ടത്. ഇപ്പം അത് അക്ബറിൻ്റെ കേസിലായാലും അനീഷിൻ്റെ കേസിലായാലും അനുമോളുടെ കേസിലായാലും ഇപ്പോൾ ആദിലയുടെ നൂറയുടെ ആയാലും ആരുടെ കേസിലെടുത്താലും നമ്മൾ പുറത്ത് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ ഷോ കാണുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ആരാണോ നല്ലത് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അവർ വോട്ട് ചെയ്യണം. അതാണ് ഞാനെപ്പോഴും പറയുന്നത്. എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കും ആരാ ജയിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ആൾ ജയിക്കണമെന്നോ, എനിക്ക് ആരോടും വ്യക്തിപരമായി ഇഷ്ടമില്ല, അനിഷ്ടമില്ല. അപ്പം ഒരാൾ ജയിച്ചാൽ ജനങ്ങളാണ് അയാളെ ജയിപ്പിക്കുന്നത്. ജിൻഡോ ജയിച്ചെങ്കിൽ ജിൻഡോയെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. റോബിൻ്റെ സീസണിൽ റോബിന് ഇഷ്ടം കിട്ടിയെങ്കിൽ അത് റോബിൻ്റെ മിടുക്കാണ്. അത് ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാൾ കൊടുത്ത കണ്ടൻറ്റിന് പുറത്ത് സമൂഹം കൊടുത്ത അംഗീകാരമാണത്. മതിയോ? അല്ല, അനിമോളുടെ കേസിൽ അനിമോൾ ഗെയിം ജയിച്ചാലും അത് PR കൂടെ മാത്രമാണെന്ന് പറയപ്പെടും. ഒരു സൈഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും 50 ലക്ഷം രൂപയും കാറും അനുമോക്ക് കിട്ടും, പറയുന്നതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ജിൻഡോ മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുന്നേ, ഈ 10-18 പേരോടെ കയറി ഒരു ഷോയ്ക്ക് പോയി 50 ലക്ഷം രൂപയും പേടിച്ച് ഒരുത്ത് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവനെ മണ്ടൻ എന്ന് വിളിക്കുന്നവരല്ലേ മണ്ടൻ. ഇവിടെ ഒരു 100 രൂപ ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരുത്തന് അറിയാം 100 രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ആ 100 രൂപ ഉണ്ടാക്കിയെടുത്ത് ഒരുത്തൻ പോയിട്ട് ലോട്ടറി അടിച്ചല്ലോ, പൊട്ടറിന് ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നവനാണ് പൊട്ടനെന്ന് ഞാനെപ്പോഴും പറയൂ. അവനകത്ത് പോയിട്ട് അയാൾ ജയിച്ചു. അപ്പം അയാൾ അകത്തൊരു മണ്ടനെ പോലെ നിന്ന് ബാക്കിയുള്ളവരെ പൊട്ടരാക്കിയെങ്കിൽ അത് അയാളുടെ മിടുക്കാണ്. ഇതിനാണ് നമ്മൾ അയാളെ ആക്ഷേപിക്കുന്നത്. വിജയികളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? വിജയികളെ അംഗീകരിക്കാൻ പഠിക്കും. ഏത് മേഖലയിൽ വിജയിച്ചവനെ അംഗീകരിക്കാൻ പഠിക്കും. അതാണ് നമ്മൾക്ക് ബേസിക്കലി നമുക്ക് വേണ്ട അതാണ്. എന്നിട്ട് അവൻ എങ്ങനെയാണ് ജയിച്ചതെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. പലരും ജയിച്ച പല രീതിയിലാകും. ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും ഒരാൾ ജയിച്ചത്. ഇപ്പം വർഷങ്ങളായിട്ട് 4 പേരുടെ മുന്നിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഓരോരുത്തരും നമ്മുടെ മുമ്പിലുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. സുധിയുടെ മരണശേഷം രേണു പുറത്തിറങ്ങി രേണുവിന് പരിഹാസങ്ങളും പുച്ഛങ്ങളും മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ കാണിക്കുന്ന കണ്ടൻറ്റ് നല്ലതാണോ, നിങ്ങളിത് അനുകരിക്കണോ, വരും തലമുറ ഇത് അനുകരിച്ചിട്ട് രേണു സുധിയെ പോലെ ആകണോ, അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയോ ആറാട്ട് സന്തോഷിനെയൊക്കെ പോലെ ആകണോ എന്ന് വെച്ചാൽ ഞാനൊരിക്കലും ആകണമെന്ന് പറയില്ല. പക്ഷേ അവർ സക്സസ് ആണ്. ബാക്കിയുള്ളവൻ വീട്ടിലിരുന്ന് തെറി വിളിക്കുമ്പോൾ അവർ അവരുടേതായ സന്തോഷത്തിലും അവരുടേതായ അധ്വാനത്തിലും ഉണ്ടാകുന്ന പൈസയിലൂടെ അവർ ജീവിക്കുന്നു. അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾ വേണ്ടതെടുക്ക്, അല്ലാത്തതിനെ തള്ളിക്കള. ലൈഫിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആർഭാടമൊന്നുമല്ല, ഞാൻ പറയും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യം. ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ എൻ്റെ കിട്ടുന്ന പൈസക്കുള്ള കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നതൊക്കെ അനുമോൾക്ക് ഒരു നെഗറ്റീവായിട്ട് വരില്ലേ? ഇത് പൊട്ടത്തരമാണ്. ഞാൻ നമ്മുടെയൊക്കെ സീസണിൽ ഈ കണ്ടന്റ് എനിക്കിത് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. കാര്യം നമ്മളകത്ത് പോയുന്നത് ഒരു അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. അതായത് ഇപ്പോൾ ക്രിക്കറ്റ് കളി നടക്കുന്നു, അടുത്ത പന്ത് എറിയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഒരു ബാറ്റ്സ്മാൻ അറിയില്ല അടുത്ത വാള എന്താ അറിയാൻ പോകുന്നത്. അടുത്തത് അപ്പം ഇങ്ങനെ എറിയണം, അത് ഞാൻ ഇങ്ങനെ കളിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചാലും ഇന്നത് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ ആ നിമിഷത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ് ഈ കണ്ടന്റ് ഉണ്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എനിക്കറിയത്തില്ല, ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ മാറിയിരുന്നത് ഒളി ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടി ഒരു പർട്ടിക്കുലർ സാധനം കിട്ടിയിട്ടുണ്ടാവും. അതിലെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ജനത്തിന് സന്തോഷം തോന്നും, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ജനത്തിന് തെറി വിളിക്കാൻ തോന്നും. അത് നോർമലി നമ്മുടെ ലൈഫിൽ നമ്മളുടെ അറിവ് കൊണ്ടും നമ്മുടെ സംസാര രീതി കൊണ്ടും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്വഭാവമൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഞാൻ പോയി ഒരു അടി ഉണ്ടാക്കി കളയാം, ഞാനിപ്പോൾ പോയി കുറച്ച് പേരത്തെ തമാശ പറഞ്ഞു കളയാം. പണ്ട് ശ്രീനിവാസൻ മറ്റേ പഴയ പടത്തിനകത്ത് വന്നിട്ട് ആദ്യം ഞാനൊരു തമാശ പറയട്ടെ എന്ന് പറഞ്ഞ് ഓടി വന്ന് നടക്കുക. അങ്ങനെയാണോ തമാശ പറയുന്നത്? അവിടെ പിടിച്ച് നിർത്തിയിട്ട് വിരട്ടിയിട്ടാണോ? അങ്ങനെ എനിക്കറിയത്തില്ല ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നപ്പം. അപ്പോൾ അന്ന് ഇവരെല്ലാം ഫേക്കാണ്. ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ് എന്ന് കരുതിയിട്ട് ചെയ്യുന്നവൻ ഫേക്കാണ്. അതേസമയം ഹൗസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് മിണ്ടാതിരിക്കുന്നിടത്ത് മിണ്ടാതിരുന്നും ഒച്ച വെക്കേണ്ടിടത്ത് ഒച്ച വെച്ചും ഗെയിം കളിക്കേണ്ടിടത്ത് ഗെയിം കളിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഷോ ആൾക്കാർക്ക് കൂടുതൽ രസകരമായിട്ട് വരുന്നത്. പിന്നെ നെവിൻ ഈ പറഞ്ഞ കണക്ക് നെവിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയത്തില്ല. നെവിൻ നല്ലൊരു കോണ്ടന്റ് മേക്കറാണ് ഹൗസിനുള്ളിൽ. അത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവൻ അപാര ബുദ്ധിമാനാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്നലെ അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇന്ന് പൊതുസമൂഹമായിട്ട് ഒരു ബന്ധം ഇല്ലയോ എനിക്കിപ്പോൾ മനസ്സിലായില്ല. അതോ ഇനി തമാശ പറയുന്നതാണോ, അത് റിയാലിറ്റിയാണോ? ചിലപ്പോൾ നോർമൽ നേച്ചറാണ്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഈ ഷാനവാസിൻ്റെ ഗെയിം ഷാനവാസ് കുറച്ചൊക്കെ പ്ലാനിങ് ഉണ്ട്. ഷാനവാസ് യഥാർത്ഥത്തിൽ ഭയങ്കര മികച്ച രീതിയിൽ നിൽക്കാമായിരുന്നു. ആ മറ്റേ ഇഷ്യൂ വന്നില്ലേ,
ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഒന്ന് പുറത്തു പോയില്ലേ? ഈ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ പാലിൻ്റെ കവർ കൊണ്ടതാണ് എന്ന് പറഞ്ഞത് പുള്ളി കാണിച്ചൊരു മണ്ടത്തരമാണ്. അപ്പോൾ അത് അവിടെ ഹാർട്ടിനൊരു പ്രശ്നം വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ ഹിറ്റൊന്നും വേണ്ടല്ലോ, ഒരു പ്രഷർ കൂടിയാലും മതിയല്ലോ. അപ്പോൾ അത് അയാൾ കാണിച്ച പൊട്ടത്തരമാണ്. പിന്നെ ആരെങ്കിലും ജയിക്കട്ടെ, ആര് ജയിച്ചാലും അവർക്ക് കാശ് കിട്ടും, നിങ്ങൾക്ക് കുറച്ച് കണ്ടൻറ്റും കിട്ടും, നിങ്ങൾക്കും കാശ് കിട്ടും, കാണുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഒരു നല്ല മത്സരാർത്ഥികളാണ്. ഞാനങ്ങനെ ഫുള്ളായിട്ട് കാണുന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അതിൽ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നത് റിയാക്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഞാനോ അങ്ങനെ ഞാൻ പറഞ്ഞവനെ ഞാൻ ചീത്തയാൻ വിളിച്ചു, നീ കണ്ടില്ലേ ഇത്? ആ, ഞാനങ്ങനെ ഒരിക്കലും ഒരു മത്സരാർത്ഥി ജയിക്കുന്നു അതങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടരാകുമല്ലേ? നിങ്ങൾ 4 പേർക്ക് 4 മത്സരാർത്ഥികളെടുത്തായിരിക്കും ഇഷ്ടം. ഞാൻ ഇരുന്നിട്ട് ഇന്നാൾ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ആ മണ്ഡലത്തിൽ ഇന്നാൾ ജയിക്കും എന്ന് കോൺഫിഡൻ്റായിട്ട് ഞാൻ പറയത്തില്ല. കാര്യം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാം? VS അച്യുതാനന്ദൻ ഇവിടെ തോറ്റിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര് ജയിക്കാൻ പോകുന്നു. നമ്മൾ ജനത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അവർ തീരുമാനിക്കും, അവർക്ക് പിന്നെ അതിനകത്ത് മെജോറിറ്റി വിൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ജനാധിപത്യം അതാണല്ലോ. ചിലപ്പോൾ 25% വോട്ട് കിട്ടുന്ന ഒരാൾ ജയിക്കും, 24% വോട്ട് കിട്ടുന്ന ആൾ അടുത്തുണ്ടാവും. അപ്പോൾ 24% വോട്ട് ചെയ്ത ജനതയ്ക്കും അനീതിയാണെന്ന് ഫീൽ വരും. അതാണ് ചില മത്സരത്തിൽ എവിക്റ്റ് ആകുമ്പോൾ ആർക്കാണ് പരാതി വരുന്നത്? വോട്ട് ചെയ്തവർക്കാണ് പരാതി വരുന്നത്. അവനെ വോട്ട് ചെയ്തിട്ടുള്ളൂ, അവൻ്റെ അപ്പുറത്തേക്ക് 5 പേര് വേറെ ആർക്കാണ് വോട്ട് ചെയ്തത്. അവനെ വോട്ട് ചെയ്തുകൊണ്ട് അവൻ പറയും, യോ അൺഫെയർ എവിക്ഷൻ. അല്ല, അതും ഫെയർ എവിക്ഷനാണ്. പക്ഷേ മെജോറിറ്റി വേറൊരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നില്ല. താങ്ക് യു.